പിടികൂടി എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും നേരത്തെയും പ്രതിയെ ഇവരുടെ അമ്മ കൊല്ലപ്പെട്ടപ്പോൾ പിടികൂടിയതാണ്. പക്ഷേ വീണ്ടും പ്രതി പുറത്തിറങ്ങി. ഇപ്പോൾ അതിനുശേഷം ഒരു ദാക്ഷിണ്യവുമില്ലാതെ 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു വേദനയും അതിനോടൊപ്പം തന്നെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം, എത്രയും പെട്ടെന്ന് നൽകണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിയെ പിടികൂടി, പക്ഷേ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് അയാൾ. പ്രതി പിടികൂടി പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും അയാൾ ചെയ്യില്ല എന്നൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെയും ചെയ്യാലോ, അതുകൊണ്ട് തൂക്കുകയറ് കൊടുക്കുക തന്നെ വേണം. 1 മാസം കൊണ്ട് അയാൾ 2 ജീവനാക്കി. ഇനി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും നാട്ടിൽ ആ ചേച്ചിയോ ബന്ധുക്കാരോ അയാളുടെ ഭാര്യേനെയൊക്കെ കൊല്ലണം എന്ന് പറയണ്ടല്ലോ. ഇനിയും അത് ആവാം. അതുകൊണ്ടാണ് അയാളെ തൂക്കുകയറ് കൊടുക്കുക. ആദ്യം അമ്മയെ കൊലപ്പെടുത്തിയ സമയത്ത് അതിനുശേഷം 4 കൊല്ലത്തിനപ്പുറം പുറത്തിറങ്ങി. ആ കേസിൽ ഇപ്പോഴും ശിക്ഷ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അറസ്റ്റിലായി എന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്? ഇനി ഇപ്പം ശിക്ഷ വരുന്നറിയില്ല. എന്താണെങ്കിലും തൂക്കുകയറ്. ആ ഒരാളിനെ പേടിച്ചിട്ട് എത്ര നാടും ഞങ്ങളും കുടുംബവും എല്ലാം പേടിച്ചിരിക്കുകയല്ല ആ ഒരു മനുഷ്യന് വേണ്ടി. അപ്പോൾ അയാളെ കൊന്നതിന് അതോട് ഇത്തിരി ആശ്വാസത്തെങ്കിലും ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാമല്ലോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല. ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ സുരക്ഷയും നോക്കണ്ടേ. തൂക്കുകയറ് കൊടുക്കുക തന്നെ വേണം. ഇയാൾ ഒരു കൂസലും ഇല്ലാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ നിങ്ങൾ കാണുന്ന സമയത്തൊക്കെ? അതെ, അമ്മനെ കൊണ്ടുവന്ന് തെളിവെടുപ്പിന് വരുമ്പോഴും അയാൾ ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് ഒരു ഇത് എങ്ങനെ അമ്മ കെഞ്ചി എന്നൊക്കെ പറയണം. അപ്പോഴെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടാക്കി കാണിക്കുകയായിരുന്നു പോലീസിൻ്റെ അടുത്ത്. അപ്പോഴും പോലീസ് ഒരു റിയാക്ഷൻ അടിക്കുക ഒന്നും ചെയ്തില്ല. ഇപ്പോഴും പ്രൊട്ടക്ഷനാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഒന്ന് കൊല്ല്, ഞങ്ങൾ അനാഥ ആയില്ലേ. ഇതിലിപ്പോൾ ഭക്ഷണം തേടി വന്നപ്പോഴാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇയാൾക്ക്? അപ്പൊ എങ്ങനെ പോലീസ് അയാളുടെ വീട്ടിന്റെ ചുറ്റും ഇല്ലാന്ന് അയാൾ എങ്ങനെ അറിയണ? അതില്ല, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അയാളുടെ വീട്ടിലേക്ക് വന്നത്. അവിടെ ഇത്രയും കനത്ത സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വരുമോ? അതല്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണ്ടാവും, നമുക്കറിയില്ലല്ലോ. അയാൾക്ക് 3 ഫോണുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ച് അറിയില്ല. തൂക്കുകയർ കൊടുക്കുക, ആരെയും വിശ്വസിക്കാനേ പറ്റില്ല ഈ കാലത്ത്. കൂടെ ഉണ്ടായിരുന്ന അമ്മയും അച്ഛനും ഒക്കെ പോയി. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ, അയാളെ വെറുതെ വിട്ട് നമുക്ക് പുറത്തിറങ്ങാനും പേടിയല്ലേ. അയാൾ എവിടെ ഇരിക്കണമെന്നും കൂടി നമുക്കറിയില്ലല്ലോ. ഇപ്പം അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലോ, പക്ഷെ ഇനിയും അയാൾ പുറത്തിറങ്ങുന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടോ? ഭയം നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് തൂക്കുകയറ് ഇതാക്കി കഴിഞ്ഞാൽ എന്തായാലും അമ്മയും അച്ഛനും തിരിച്ചു വരില്ല. അപ്പോൾ തൂക്കുകയറ് കൊടുത്ത് അയാൾ അങ്ങനെയെങ്കിലും മരിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു ആശ്വാസത്തിലെങ്കിലും ഇരിക്കുക. അയാളിനെ വേണ്ടി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. ഇപ്പോഴും പേടിക്കേണ്ട തന്നെയാണ്. കോടതിയിൽ അതെങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി നല്ല അതുണ്ട്. തൂക്കുകയറ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നത്. തീർച്ചയായും നിയമപരമായ നടപടികൾ ഒരുപാട് സമയമെടുക്കും. അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു കാര്യം അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എങ്കിൽ പോലും ഇനിയും ഒരുപാട് സമയമെടുക്കും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഏത് സമയവും ഇയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇനിയും ഭീഷണിയാകും എന്നുള്ളൊരു ഭയമാണ് ഈ കുട്ടികൾക്ക് ഇപ്പോഴും ഉള്ളത്.